guys and welcome back to my YouTube channel Bye Gayu. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ആണ് മുംബൈയിൽ കറങ്ങാൻ ഇറങ്ങിയിരിക്കുന്നത്. സോ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇവിടെ എവിടെയൊക്കെ പോയി ഞാൻ ഈ ഒരു ദിവസം കറങ്ങുന്നു. എന്നാലും ഫസ്റ്റ് ഡേ അല്ലേ. സോ ആദ്യം വിചാരിച്ചു ഭയങ്കര സ്റ്റുപ്പിഡ് ഐഡിയ, എന്നാലും സ്റ്റുപ്പിഡൊന്നുമല്ല എങ്കിലും ഇങ്ങോട്ടോ തിരി ഞാനിപ്പോൾ നിൽക്കുന്നത് പുറകോട്ട് പോ ക്യാമറാമാൻ. എൻ്റെ ക്യാമറാമാൻ കുറച്ച് പുതിയതായതുകൊണ്ട് പുള്ളിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. സോ ഇപ്പം ഞാൻ നിൽക്കുന്നത് മന്നത്തിൻ്റെ ഫ്രണ്ടിലാണ്, ഷാറൂഖ് ഖാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. കഴിഞ്ഞ വട്ടം ഞാനിവിടെ ഒരു 2-3 കൊല്ലം മുന്നേ വന്നാൽ ഒരു ഷിറ്റ്സു പട്ടി ഓടിക്കളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ ഷിറ്റ്സു പട്ടി ഇപ്പം ഞാൻ കാണുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ വീട് അഴിച്ചു പണിതുകൊണ്ടിരിക്കുകയാണ്, പൈസ ഉള്ളവർക്ക് എന്തോ ആവാമല്ലോ. ഞാൻ മുംബൈയിൽ വന്നാലും ഇവിടെ മഴയായിരിക്കും. എന്നൊക്കെ ഞാൻ വരുന്നുണ്ടോ ഞാൻ ഇവിടെ ഒന്നീ കുടയും പിടിച്ച് നടക്കുമായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഫുൾ മഴ നനഞ്ഞ് നടക്കുമായിരിക്കും. ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറുതായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് മഴയത്ത് ഒലിച്ചു പോകാനായിട്ട് ഞാൻ എന്താ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ ആ മന്നത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ ബീച്ചിലായപ്പോൾ നിൽക്കുന്നത്. ബീച്ചിൽ ഇറങ്ങാനായിട്ട് ക്യാമറാമാൻ ഇവിടെ ബീച്ചിൽ ഇറങ്ങാനായിട്ട് ബീച്ചിലോട്ടം വൃത്തിയില്ല ഗായ്സ്. അതുകൊണ്ട് കേരളത്തിൽ പോയിട്ടാണ് ഞാൻ ബീച്ചിൽ ഇറങ്ങുന്നുള്ളൂ. എനിക്ക് വലിയ താല്പര്യമില്ല, ബിക്കോസ് ഞാൻ ഷൂസൊക്കെ ഇട്ടിട്ട് നിൽക്കുവാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ബീച്ചിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ക്യാമറാമാൻ കൂടെ ചാടൂ. നോക്ക് ബയോ വേസ്റ്റാണ് കൂടുതൽ ഉള്ളതെങ്കിലും ബാക്കി വേസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. ഐ മീൻ ഇന്ത്യയിലെ ബീച്ചുകളിൽ വേസ്റ്റേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കേരളത്തിലെ ബീച്ചിന് കുറച്ചും കൂടെ വൃത്തി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇവിടെ ഇറങ്ങണോ? ഇവിടെ വന്നതിന് ശേഷം ശ്രദ്ധിച്ച വേറൊരു കാര്യം പറയാം. ഇപ്പോൾ ബെർലിനിലും എല്ലായിടവും നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തും ഫ്രീ ആയിട്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ അത്രയും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഇവിടെ നിൽക്കാൻ നേരം മറൈൻ ഡ്രൈവിൻ്റെക്കാൾ കഷ്ടമായിട്ട് എല്ലാവരും ഉമ്മ വെച്ചുകൊണ്ടിരിക്കുവാന്നേ, എല്ലാവരും കുൽസിത പ്രവർത്തികളിലാന്നേ. അത്ര ഗതികേട് എനിക്കില്ല ഒരു കൊടയെ പിടിച്ച് ഉമ്മ വെച്ച് ഇവിടെ ഇരിക്കാനുള്ള. ഞാനത് ഓർക്കുന്നു. വരൂ കൂട്ടുകാരെ, നമുക്ക് ബാക്കി സ്ഥലം കാണാം. കൂട്ടുകാരെ, അങ്ങനെ ഏകദേശം 1 വർഷത്തിന് ശേഷം ഞാൻ ഓട്ടോയിൽ പോവുകയാണ്. ഓട്ടോ ചേട്ടനെയും പുറത്തുള്ള ദൃശ്യങ്ങളും ഓട്ടോയും എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ മന്നത്തിൽ നിന്ന് ഇറങ്ങി നേരെ അന്തേരി ഈസ്റ്റിലേക്കാണ് പോകുന്നത്. കഴിക്കാൻ വന്നിരിക്കുന്നത് ജസ്റ്റ് കേരള എന്ന കടയുടെ പേര്. നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഫുഡ് കഴിക്കാത്ത ജസ്റ്റ് കേരളത്തിൽ തന്നെ വന്നത്. അത്രയ്ക്ക് വലിയ ഫുഡിയാന്നൊന്നും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്തെങ്കിലും എൻ്റെ ആഹാരം കഴിക്കണം. കടയുടെ അകത്തോട്ടുള്ള വ്യൂ ആണ് കാണിച്ചു തരാം. വരൂ കൂട്ടുകാരെ. ഞാൻ അങ്ങനെ നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തോട്ട് കയറുവാണ്. തേങ്ങ കണ്ടു, ഐശ്വര്യം തന്നെ. വരൂ. ഇവിടുത്തെ ഒരു ഫോട്ടോ ഫ്രെയിം സെക്ഷനാണ്. ഇത് എഴുതിയേക്കുന്ന പലതും നിങ്ങൾക്ക് കാണാം. മുട്ട പപ്സ്, വൈദ്യൻ, പലതും കാണുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിലൊരു സാധനം കാണിച്ചു തരാം. ഇതെങ്ങനെ ഇവിടെ എത്തി ചിലപ്പം കുഴപ്പമില്ലായിരിക്കാം. അത്ര മന്ദബുദ്ധിയല്ല ഇവിടെ കയറിയിട്ട് ആ സാധനം ഉണ്ടാന്ന് ചോദിക്കാനായിട്ട്. മീൽസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല 3 ദിവസം ആവും ഇന്നത്തെ ദിവസം ഞാൻ മര്യാദയ്ക്കൊരു ആഹാരം കഴിച്ചിട്ട്. സോ മീൽസ് വേണോ അതേ വേറെ എന്തെങ്കിലും കഴിക്കും ഞാൻ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. മെനു നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് ഞാൻ ഫുഡ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ എത്തിയിരിക്കുന്ന റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. എൻ്റെ ക്യാമറാമാൻ എങ്ങനെയെന്ന് അറിയത്തില്ല, കൃത്യമായിട്ടും ഇവർ ബാർ മെനു തന്നെ കൊടുത്തു. എനിക്ക് ഫുഡ് മെനുവും തന്നിട്ടുണ്ട്. കമ്പയർഡ് ടു കേരള ഇവിടെ പ്രൈസസ് കുറച്ചും കൂടെ കൂടുതലാണ്. തോരൻ എത്രയാണ്? തോരൻ 309 രൂപയോ തോരന്? കടലക്കറിക്ക് 350 രൂപ. ചേട്ടാ കേരളത്തിലോട്ട് വരാൻ സമയമായി. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഓർഡർ ചെയ്ത്. കേരള ബിരിയാണി എന്നും പറഞ്ഞ് തന്ന ബിരിയാണിയാണിത്. റൈത്ത ദാറ്റ്സ് മൈ കിഴി പൊറോട്ട. എല്ലാം ചിക്കനാണ്. എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം. നമുക്ക് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് നാളായേ ഇന്ത്യ വന്നിട്ട് ബിരിയാണിയൊക്കെ തിന്നിട്ട്. വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കും, എന്നാലും പുറത്തുനിന്ന് ഒരാളുണ്ടാക്കി തരുമ്പോൾ വേറൊരു ടേസ്റ്റ്. കൊള്ളാം കേട്ടോ, അങ്ങനെ മോശം ബിരിയാണിയൊന്നുമല്ല, നല്ല ബിരിയാണി. താങ്ക് യു. പ്യാസെന്നും പറഞ്ഞ് ചേട്ടൻ വന്ന് ചോദിച്ചാൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. സവാള ആയിരിക്കും ഉദ്ദേശിച്ചത്.
കുഴച്ച് വെച്ചേക്കുന്ന കൈയിട്ട് കുഴച്ചാവാതിരുന്നാൽ മതി. സെറ്റപ്പൊന്നും കണ്ടിട്ട് കൈയിട്ട് കുഴച്ചാവാൻ വഴിയില്ല. കൊള്ളാൻ എനിക്കിഷ്ടപ്പെട്ട ബിരിയാണി. ഇവിടെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ, ഇതാണ് പൊറോട്ട, കിഴി പൊറോട്ട ഇവിടെ നിന്ന് എനിക്ക് തന്നു. നോക്കാം കഴിച്ചിട്ട്. കുഴപ്പമില്ല. ഒറിജിനൽ കേരള പൊറോട്ട ആണോ എന്ന് വെച്ചാൽ പൊറോട്ടയാണ്. കേരള പൊറോട്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഈ കടയിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടും ഗൈസ്. ഞാൻ ആ സത്യം ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതിൻ്റെ എല്ലാ സാധനവും കറി, വറുത്തരച്ചത് എന്തൊക്കെയാണ് കിട്ടുന്നുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ ചിക്കൻ ഓർഡർ ചെയ്യും. ഞാനും എൻ്റെ ക്യാമറാമാനും പെട്ടിരിക്കുകയാണ് ഗൈസ്. വല്ല പോഹയോ ചപ്പാത്തിയോ വാങ്ങി തിന്നാൽ മതിയായിരുന്നു. പൊറോട്ടയും ബിരിയാണിയും വാങ്ങാൻ തീരുമാനിച്ചത് ഒരു മണ്ടത്തരമായെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്നാലും മനുഷ്യൻ്റെ ആഗ്രഹമല്ലേ, കഴിച്ചല്ലേ പറ്റൂ. പുറത്ത് രാജ്യത്തു നിന്നും പെട്ടെന്ന് ഇന്ത്യയിൽ വന്ന് റെസ്റ്റോറൻറ്റിൽ കയറുന്ന 2-3 ദിവസമായി മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാതെ കയറുന്നവർക്കുള്ള ഒരു ഉപദേശമാണ്, വീട്ടിൽ പോയി വല്ലതും കഴിക്കാൻ ശ്രമിക്കുക. കഴിക്കാൻ പറ്റുന്നില്ല ഗൈസ്, മത്തടിച്ചിട്ട് പറ്റുന്നില്ല. ഒരു പൊറോട്ടയും 2 സ്പൂൺ റൈസുമാണ് ഞാൻ കഴിച്ചത്. 2 സ്പൂൺ എന്ന് പറയുന്ന കവിയല്ല, സ്പൂൺ ടേബിൾ സ്പൂൺ. 5 പൊറോട്ട വരെ തിന്നിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഒരു പൊറോട്ടയിൽ ഞാൻ ഒതുങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിനി പാഴ്സൽ പറയേണ്ടി വരുമോ, കളയുമെന്നാണ് എൻ്റെ സംശയം. കൂടുതൽ ഓർഡർ ചെയ്യാതിരുന്നത് നല്ലതായെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുക, പുറത്തുനിന്ന് അധികം മസാലയൊന്നും കഴിക്കാണ്ട് ഇവിടെ വന്ന് ഉള്ള മസാല എത്ര അടിച്ച് കയറ്റുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അധികം കഴിക്കാൻ പറ്റും. കൂട്ടുകാരെ, നമ്മൾ ഇവിടെ നിന്ന് ഓരോ സ്ഥലത്തും പോകുന്നത് ഇപ്പോൾ ഓല ബുക്ക് ചെയ്തിട്ടാണ്. സമയം വൈകിട്ട് 5 മണിയായി. അതുകൊണ്ട് 5 മണി സമയത്ത് മുംബൈ ലോക്കൽ ട്രെയിനുകൾ എങ്ങനെയാണെന്ന് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. അതിലിടിച്ച് കയറാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എല്ലായിടത്തും ഓട്ടോയും ടാക്സി എടുത്ത് പോവുകയാണ് ആദ്യത്തെ 2-3 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ വല്ല ബസ്സോ ട്രെയിനോ തന്നെ ആവുന്നതാണ്. സോ ഇൻ ദ മീൻ ടൈം നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. നമ്മളങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ പുറകെ അങ്ങ് ദൂരെയായിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാം. ക്യാമറാമാൻ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ കാണുന്നതാണ്. ക്യാമറാമാനും വലിയ ഐഡിയ ഇല്ല ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന്. ഇനി അവിടെ പോയിട്ട് കാണിച്ചു തരാം. വാ. ഇവിടെ വന്നൊരിത് വെച്ചിട്ട് എനിക്കറിയാം ഇവിടെ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഇവിടെ എല്ലാം പിടിച്ചു പറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുമെന്നല്ല എനിക്കറിയാം. പിന്നെ ഇവിടെ പണ്ട് ഭീകരാക്രമണമൊക്കെ നടന്ന സ്ഥലമായതുകൊണ്ട് ഫുൾ ചെക്കിങ്ങിലൂടെയൊക്കെയാണ് നമ്മൾ അപ്പുറത്തേക്ക് കടത്തി വിടുന്നത്. ബോഡി ചെക്കിങ്, ബാക്ക് ചെക്കിങ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. സോ അവരും കെയർഫുള്ളാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പണ്ടല്ലേ. അതേ കൂട്ടുകാരെ, നമ്മുടെ പുറകെ കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു ക്ലോസർ ലുക്ക് കാണിച്ചു തരാം. അതൊന്ന് കാണിച്ചു കൊടുത്താൽ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 1911 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പണി കഴിഞ്ഞത്. നേരെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവിടെ നമുക്ക് കാണാം. ആ പ്രതിമ കാണിച്ചു കൊടുക്കൂ ക്യാമറാമാൻ. അത് ഛത്രപതി ശിവജി മഹാരാജിൻ്റെ ഒരു സ്റ്റാച്ചു കൂടെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. മുംബൈയിൽ എവിടെ വന്നാലും പുള്ളിയുടെ സാധനങ്ങൾ മാത്രമാണല്ലോ നമ്മൾ കാണുന്നത്. പുള്ളി ഇവിടുത്തെ വലിയ സംഭവമാണല്ലോ. പുള്ളി ഇവിടുത്തെ സംഭവം എന്നല്ല, പുള്ളി ഒരു വലിയ രാജാവായിരുന്നു. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഹിസ്റ്ററി ക്ലാസ്. പിന്നെ ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എൻ്റെ പുറകിലായിട്ട്
താജ് ഹോട്ടലും കാണാം. ഐ ഗസ് 2011 വർഷം ഞാൻ മറന്നുപോയി. ഭീകരാക്രമണം ഉണ്ടായ വർഷം ഏതെന്ന് ഞാൻ മറന്നുപോയി. ബട്ട് താജ് ഹോട്ടലും കാണാവുന്നത്. ഗേറ്റ് വേ കമ്പി കുത്തി നിൽക്കുകയാണോ അതേ റീകൺസ്ട്രക്ഷനിലാണോ? റീകൺസ്ട്രക്ഷൻ നടക്കുക ഇവിടെ. നമ്മളങ്ങനെ ഗേറ്റ് വേ എന്നൊക്കെ കണ്ട് ഇതാ ഇപ്പോൾ താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. കാണാം ഇവിടുത്തെ തിരക്ക്. വരൂ. ബെർലിനിൽ നിന്ന് കിട്ടിയ ശീലം എന്ന നിലയ്ക്ക് ആരെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പുറത്ത് മാറി നിൽക്കും ഫോട്ടോ എടുക്കുന്നത് വരെ. പക്ഷേ ഇന്ത്യൻസിൻ്റെന്ന് നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനൊരു ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാ ഇന്ത്യക്കാരും കൂടെ അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പം വീഡിയോയും ഫോട്ടോയും ഞാൻ ഇപ്പോൾ എടുക്കുന്നത് വളരെ കുറവാണ്. എങ്കിലും ഈ ഒരു ഇന്ത്യൻ ട്രിപ്പ് മൊത്തവും ഞാൻ വ്ളോഗ് എടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ബോറടിക്കുന്നവരെ ഞാൻ വ്ളോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ വീഡിയോസൊക്കെ എപ്പോൾ അപ്ലോഡ് ചെയ്യും എന്നുള്ളതിന് എനിക്ക് കുറച്ച് കൺഫ്യൂഷനിലാണ്. ബിക്കോസ് ഞാൻ നാട്ടിൽ വന്ന കാര്യം ആർക്കും അറിയത്തില്ലേ. എൻ്റെ അമ്മയ്ക്കറിയാം, വേറെ ആർക്കും അറിയാമെന്ന് തോന്നുന്നു. വേറെ ആർക്കും അറിയത്തില്ല, പ്രത്യേകിച്ച് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശില്പ. ബിക്കോസ് ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ്. അപ്പോൾ അവൾ അറിയാണ്ടാണ് ഞാൻ ഈ ഇന്ത്യയെ കറങ്ങുന്നത്. കാര്യം അവൾ അറിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കും. നീ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ശില്പ. നീ മനസ്സിലാക്കുക, എനിക്ക് എൻ്റേതായ റീസൺസ് ഉണ്ടായിരുന്നു ഇവിടെ വരാനെന്ന്. ഓക്കെ, ബാക്കി ഞാൻ നേരിട്ട് പറയാം നിൻ്റെ കൂടെ. ക്യാമറാമാൻ അത്തറുകട കണ്ടവർ അത്തറുകടയിലേക്ക് കയറിയിരിക്കുകയാണ്. കുറച്ച് അത്തറ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. ഉണ്ടല്ലോ ഫുൾ തിരക്കിൽ അത്തറും ടെക്സ്റ്റൈൽസ്. ഗൈസ് ഇവിടെ കാണുന്നത് ഒരു പ്യോർ കശ്മീരി ഹാൻഡ് വോവൻ, പിന്നെന്താ പശ്മീന എന്തുവാണ്, മെയ്ഡ് ഇൻ കശ്മീർ ആണ്. ഫുൾ ഹാൻഡ് മെയ്ഡാ. ആൻഡ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 18,000 ആണ്. എനിക്ക് ഈ ഷോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ 18,000 ഞാനത് എടുക്കത്തില്ല. ഫസ്റ്റ് ഡേയുടെ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് മറൈൻ ഡ്രൈവ് ആണ്. ഇവിടെ രാത്രിയായിട്ട് നല്ല തിരക്കുണ്ട്. നൈറ്റ് ലൈഫൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഈ ഭാഗം കുറച്ച് ഇഷ്ടമാണ്. മേ ബി കേരളത്തിൽ നിന്നായതുകൊണ്ടും എപ്പോഴും ബീച്ച് കാണുന്നതുകൊണ്ടും ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ബീച്ചിൻ്റെ അടുത്ത് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഭാഗം ഞാൻ ആദ്യമായിട്ടൊരു സിനിമയെ ശ്രദ്ധിക്കുന്നത് ഏതെന്നറിയോ, തുപ്പാക്കിയിൽ വിജയ് വന്ന് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സിനിമ നിങ്ങൾ ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് തോന്നുന്നത് ഈ സ്ഥലമാണെന്നാണ്. ക്യാമറാമാൻ മറൈൻ ഡ്രൈവ് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഐ ഗസ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി തീരുകയാണ്. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും.